നമസ്കാരം, എല്ലാവർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മുൻ കൊച്ചിൻ നഗരസഭ സ്ഥിരം വികസനകാര്യ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി ആർ റിനീഷ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ഒരു നഗരത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ കുലദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യാവസായിക നഗരമായ എറണാകുളത്തിൻ്റെ അപ്പനാണ് ശ്രീ എറണാകുളത്തപ്പൻ എന്ന മഹാദേവൻ. ആ മഹാദേവൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ അത് ഈ നാടിൻ്റെ ദേശീയോത്സവമാണ്. അത്തരത്തിലുള്ളൊരു ദേശീയോത്സവത്തിൽ പങ്കുകൊള്ളുവാൻ എല്ലാ വ്യക്തികളും പല ഭാഗത്തു നിന്നും, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ എല്ലായിടത്തു നിന്നും വിദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഉത്സവപ്രേമികൾ എത്തുന്നു. ആ ഒരു മഹത്തായ ഉത്സവത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. റിനീഷ് സാറിന് നമുക്ക് വളരെ ആദരവോടുകൂടി ഈ അഭിമുഖത്തിലേക്ക് സ്വീകരിക്കാം. സാർ നമസ്കാരം. ഇപ്പോൾ ഉത്സവം 4ാം ദിവസത്തിലേക്ക് എത്തി. ജനങ്ങളിലേക്ക് എന്താ പറയുക, ഈ ഉത്സവത്തിൻ്റെ ചൂടുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമാണ് 4ാം ദിവസം. എങ്ങനെ നോക്കിയാതെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കലാപരിപാടികൾ കാണാനും ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിൽ അതിലേറെ ജനത്തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു നാടിൻ്റെ മഹത്തായ ഒരു സംസ്കാരം എടുത്തു കാണിക്കുന്ന ഈ ഉത്സവത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഈ ഒരു നാടിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ച പരിചയമുള്ള അങ്ങേക്ക് പറയാൻ ഒരുപാടുണ്ടാവും. പറയൂ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഓർമ്മ വെച്ച നാൾ മുതൽ ഉത്സവത്തിന് വന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഓർമ്മ തുടങ്ങുമ്പോൾ ഞാൻ എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം തുടങ്ങുന്നു. അതെ അതെ, ഞാൻ SRVയിൽ പഠിച്ചിരുന്നത്. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉത്സവത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ജനപ്രതി എന്ന നിലക്ക് ക്ഷേത്രത്തിൻ്റെ പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മേയറുടെ നിർദ്ദേശാനുസരണം ഒട്ടനവധി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉത്സവത്തിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷവും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പോലെ തന്നെ, ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും സദ്യയുടെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ നാളെയും മറ്റേന്ന് നടക്കുന്ന ജനത്തിരക്കുള്ള സമയത്ത് പ്രത്യേകിച്ച് ഗ്രീൻ പ്രോട്ടോക്കോൾ എല്ലാം പാലിക്കുന്ന തരത്തിലേക്കാകണം. അപ്പോൾ ഞങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട്. അദ്ദേഹം കൂടി പങ്കെടുത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ സെക്രട്ടറി പങ്കെടുത്തൊരു യോഗം ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കൂടുകയുണ്ടായി. അതിൽ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. സുഗമമായി ഉത്സവം നടത്തിപ്പിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും, എല്ലാ സഹായവും കോർപ്പറേഷൻ നിലക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മേൽനോട്ടം എന്ന നിലക്ക് ഇപ്പോൾ ഞാൻ വികസന കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞെങ്കിൽ പോലും കോർപ്പറേഷൻ്റെ ജനപ്രതിനിധി എന്ന നിലക്ക് കോർപ്പറേഷൻ്റെയും കൂടി ഒരു മേൽനോട്ടം നിലക്കാണ് ഇപ്പോൾ ഉച്ചയ്ക്കും ഇവിടെ വന്നു പോകുന്നത്. വൈകുന്നേരങ്ങളിൽ പൂർണ്ണമായി ഇവിടെ തന്നെയുണ്ട്. എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്ക് ഇത് ഇപ്പോൾ വിദേശത്തുനിന്ന് ഒത്തിരി എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്. അവരെല്ലാം വിദേശത്തും അന്യ സംസ്ഥാനത്തുള്ളവരുണ്ട്. അവരെല്ലാം ഇന്നും നാളെയുമായി വരികയാണ്. അപ്പോൾ എറണാകുളം നഗരത്തിൻ്റെ ശിവക്ഷേത്രം എന്ന് പറയുന്നത്, എറണാകുളത്തപ്പൻ എന്ന് പറയുന്നത്, ഇതൊരു നഗരത്തിൻ്റെ ഉത്സവമാണ്. ഇതുപോലൊരു മറ്റൊരു ക്ഷേത്രം ഈ നഗരത്തിൽ ഇങ്ങനെ ഉത്സവം നടന്നില്ല. അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദിനംപ്രതി കൂടുകയാണ്. ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പല സംഭവങ്ങളും വാർത്തകളിലും എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കും ആസ്വദിക്കാം. നമ്മുടേതായ എല്ലാ ആസ്വാദനവും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകണം. അതോടൊപ്പം നമ്മളോട് സഹകരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പുതിയ നിയമങ്ങൾ, ആനയുടെ എഴുന്നള്ളിപ്പ്, അതിൽ ഒക്കെ നമ്മളെടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്, ഉത്സവം കമ്മിറ്റി എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഇതൊരു നാടിൻ്റെ ഉത്സവം. ഓരോ ദിനവും വ്യത്യസ്തമാവുകയാണ് ഓരോ ഉത്സവങ്ങളും. ആ വ്യത്യസ്ത പോലുകൂടെ എറണാകുളത്തപ്പൻ്റെ ഉത്സവവും ഭംഗിയായിട്ട് നമുക്ക് ഒട്ടനവധി, ഇപ്പോൾ മേയർ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൗൺസിലർമാർ മിക്കവാറും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് പല ദിവസങ്ങളായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു യോജിപ്പാണ് ഞങ്ങളിവിടെ കാണുന്നത്. അതിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. എല്ലാവരും, എല്ലാ വിഭാഗം ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്. ഇപ്പോൾ ഇവിടെ അന്നദാനത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരൊക്കെ വന്ന് സഹായിക്കുകയാണ്. അവരെല്ലാം ജോലി ഉപേക്ഷിച്ച് സേവനമാണ്, സൗജന്യ സേവനമായിട്ട് അവരുടെ ഒരു മനസ്സ് നിറഞ്ഞൊരു സേവനമായിട്ട് ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ നിസ്സാരമല്ല. അങ്ങനെ ഒത്തിരി പേര് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു മതേതരത്വ കാഴ്ചപ്പാട് നമ്മളിതിൽ കാണുന്നുണ്ട്. എത്രയോ പേരാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അത് കേരളത്തിൻ്റെ ഇന്ന് നാം കാത്തു സൂക്ഷിക്കേണ്ട ആ ഒരു കാഴ്ചപ്പാട് എറണാകുളം ശിവക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് ദേവസ്വം ജീവനക്കാരും ഉത്സവ കമ്മിറ്റി
സംഘാടകരും അത് ആ രീതിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വലിയൊരു എന്താ പറയുക, പറയാതെ പറഞ്ഞ മഹത്തായ ഒരു സന്ദേശമുണ്ട്. ഉത്സാഹം എന്ന് പറയുമ്പോൾ ഉണർവ്, ഉന്മേഷം, ആനന്ദം എന്നൊക്കെ പറയും, അതിന് പേരാണ് ഉത്സവം. പക്ഷേ ആ ഉത്സവം ആസ്വദിക്കുമ്പോൾ നമ്മളെല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വ ബോധവും മറക്കരുത് എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നു. കാരണം ഉത്സവത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ, ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ നാം സ്വയം നമ്മുടെ കർത്തവ്യം കൂടി മറക്കാതിരിക്കുക, സുരക്ഷിതരായി, സുരക്ഷയോടുകൂടി, അതുപോലെ തന്നെ ശുചിത്വത്തോടുകൂടി, അർപ്പണഭാവത്തോടുകൂടി ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് ഉത്സവം ഒരു കൂട്ടായ്മയുടെ മഹോത്സവമായി മാറുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാവട്ടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയാതെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും ഇതൊരു മഹത്തായ സന്ദേശാത്മകമായ അഭിമുഖം തന്നെയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി ഈ ഒരു അഭിമുഖത്തിന് ഞങ്ങൾക്ക് നൽകിയ ഈ സമയത്തിന് സന്തോഷം, നന്ദി പറയുന്നു. ക്യാമറമാൻ ശരവണനോടൊപ്പം മാണിക്കൻ മുഞ്ഞാടി, ക്ഷേത്ര മീഡിയ. ശരി.